അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നറൂട്ടോ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 1 ആണ്. അപ്പോൾ ഈ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സീരീസും കൂടെയാണ്. നറൂട്ടോ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ട് സോണിയക്കകത്ത് സംരക്ഷണം ചെയ്യുന്ന ആ കാർട്ടൂൺ അല്ലേ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മയുന്നത്. ഇപ്പം നറൂട്ടോ ഷിപ്പുഡെയിൻ സോണിയക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവർ നോക്കുക. അപ്പോൾ ഇത് മസാഷി കിഷിമോട്ടോ എന്ന് പറയുന്ന ഒരാൾ 2002 ഒക്ടോബർ 3 ഇത് ആദ്യമായിട്ട് സംരക്ഷണം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ മൊത്തം ഇമോഷണലായിട്ടുള്ള സാധനങ്ങളുണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആനിമയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ മോട്ടിവേഷനും കൂടെ ആണ്. അപ്പോൾ ഒരു എപ്പിസോഡ് പോലും മിക്സ് ആക്കാതെ നിങ്ങൾ കാണുക മാക്സിമം. അതിൽ നമുക്ക് എപ്പിസോഡ് 1 പോവാം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു നിലാവൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ നിലാവിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണ് 9 ടെയിൽ അതായത് 9 ടെയിൽ ഫോക്സ് ആ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ലീഫ് വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയുള്ള എല്ലാ നിഞ്ചകളും എന്തോ ചെയ്യുമെന്നറിയാത്ത നിൽക്കുകയാണ്. ഇപ്പം തന്നെ അവിടുത്തെ ലീഡർ 4th ഹൊക്കാഗെ അങ്ങോട്ട് വരികയാണ്. അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു കുറുക്കനെ തളയ്ക്കുകയാണ്. അതിനെ തളയ്ക്കുന്നത് ഒരു കുട്ടിയുടെ മണ്ടയിലാണ്. ആ കുട്ടിയാണ് നറൂട്ടോ ഉസുമാക്കി. അതൊക്കെ പറഞ്ഞുകൊണ്ട് നറൂട്ടോ എന്നുള്ള ആ ടൈറ്റിൽ അങ്ങോട്ട് എഴുതി കാണിക്കുക. അതിന് ശേഷം എപ്പിസോഡ് 1 ആണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നറൂട്ടോ ഒരു പെയിൻറ്റ് ബക്കറ്റൊക്കെ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. പുറകെ 2 നിഞ്ചാമാരും വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഹൊക്കാഗകളുടെയൊക്കെ ശില്പമുണ്ട്. ആ ശില്പത്തിനകത്തൊക്കെ പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3rd ഹൊക്കാഗായിട്ട് നിഞ്ചകളൊക്കെ വന്ന് ഇത് പറയുകയാണ്. അപ്പോൾ തന്നെ അതിനകത്ത് കുറേ എണ്ണത്തിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പം തന്നെ അവിടെ ഒരു ഭിത്തിക്കകത്ത് ഒളിച്ച് നിന്ന് നറൂട്ടോ രക്ഷപ്പെടുകയാണ്. അപ്പം തന്നെ ഹിറൂക്ക സെൻസെ എന്ന് പറയുന്ന അവൻ്റെ സെൻസെ അങ്ങോട്ട് വന്നതിന് ശേഷം പറയും, നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം അവിടെ നിന്ന് കെട്ടിയിട്ടുകൊണ്ട് അവിടോട്ട് വരും. അതാ സെൻസെ എന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചേഴ്സിനെയാണ് സെൻസെ എന്ന് പറയുന്നത്. അപ്പം തന്നെ ഇവരങ്ങോട്ട് വന്നതിന് ശേഷം ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ ഇരുത്തുകയാണ്. അതിനുശേഷം അവർക്ക് ഒരു ടെസ്റ്റ് നടത്തുവാണ്, അവരുടെ ജിപ്സുക്കെ കാണിക്കാനുള്ള ആ ആൾമാറുന്ന ജിപ്സു. അങ്ങനെ അവർ സാക്കുറ എന്ന് പറയുന്ന പിങ്കച്ച് വന്നിട്ട് ഹിറോക്കയുടെ അതേ കണക്കാവുന്നുണ്ട്. അതിനുശേഷം അവരെ ഗ്രാജുവേറ്റ് ആക്കിയതിനു ശേഷം സാസ്കെ ഹിറോക്കയുടെ കണക്കാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നറൂട്ടോയുടെ അവസരം വരുവാണ്. ഇപ്പം തന്നെ ഒരു പെണ്ണ് അവിടെ ഇന്ന് എന്തൊക്കെയോ കാണിക്കുന്ന കണക്കൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ നമുക്ക് വരികയും ചെയ്യും. എന്നിട്ട് നറൂട്ടോ വന്നതിന് ശേഷം സെക്സി ജിപ്സു എന്ന് പറഞ്ഞതിന് ശേഷം അവന് ഒരു പെണ്ണിനെ പോലെ അങ്ങായി മാറും. ഇതുകൊണ്ടതിന് ശേഷം നമ്മുടെ ഹിറോക്കയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര തെറിക്കുകയാണ്. അതിനുശേഷം അവനൊരു പണിഷ്മെൻ്റ് എന്ന രൂപേണ ആ ഒരു ശില്പമൊക്കെ തുടയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അവൻ്റെ പെയിൻ്റ് അടിച്ചതിനുള്ള പണിഷ്മെൻറ്റ് ഇതാണ്. നിനക്കിത് പെട്ടെന്ന് തീർത്തതിന് ശേഷം വീട്ടിൽ പോകണ്ടേ എന്ന് ഹിറോക്ക സെൻസെ ചോദിക്കും. എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് വീട്ടിൽ കാത്തിരിക്കാൻ ആരും ഇല്ലെന്ന് പറയും. ഇത് കേട്ടെന്ന് നമ്മുടെ ഹിറോക്കയ്ക്ക് കുറച്ച് ഇമോഷനൊക്കെ ആവുന്നുണ്ട്. ശരി, എൻ്റെ വീട്ടിൽ കാത്തിരിക്കാൻ ആരും കാണത്തില്ല, പക്ഷെ നിനക്ക് വേണ്ടി റാമൻ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് ആ റാമൻ കഴിക്കാൻ പോകണ്ടേന്ന് പറയും. അപ്പം നമ്മുടെ നറൂട്ടോയുടെ വായിൽ നിന്ന് വെള്ളം വന്നതിന് ശേഷം പറയും, ആ കഴിക്കാൻ പോകണം, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം റാമൻ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു നൂഡിൽസാണ്. അവിടെ ഉള്ള നൂഡിൽസ് തന്നെയാണ് നമ്മുടെ നറൂട്ടോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നീ എന്താണ് ഈ കാണിക്കുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് വലുതാകുമ്പം എന്താവണമെന്ന് നീ പറഞ്ഞാൽ, എനിക്ക് വലുതാകുമ്പം അയാളില്ലേ ആ ഒരു 9 ടെയിൽ ബീസ്റ്റിനെ തളച്ച അയാൾ, ആ ഒരു 4th ഹൊക്കാഗെ, അയാളെക്കാട്ടി മണ്ടയിലെത്തണം എനിക്ക്. ഞാനാണ് അടുത്ത ഹൊക്കാഗെ എന്ന് പറയും. ഒരു ഹൊക്കാഗെ എന്നിട്ട് പറയും, ഞാൻ നിങ്ങളെ തലയിലിരിക്കുന്ന ഹെഡ് ബാൻഡ് എനിക്കും കൂടെ ഒന്ന് തരുമോയെന്ന് ചോദിക്കും. ഇത് നിനക്ക് കിട്ടണമെങ്കിൽ നീ ഗ്രാജുവേറ്റ് ആവണം. നീ അത് ഗ്രാജുവേറ്റ് ആവണമെങ്കിൽ നല്ലോണം പഠിച്ച് നിൻ്റെ ജിപ്സുക്കെ നല്ലോണം നല്ലോണം ട്രെയിൻ ചെയ്യണമെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം അവരുടെ ഗ്രാജുവേഷൻ ടെസ്റ്റ് അടുത്താണ്. അപ്പം നറൂട്ടോയെ വിളിച്ചതിന് ശേഷം ഷൈഡോ ക്ലോൺ ജിപ്സു ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നറൂട്ടോയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജിപ്സ് ചെയ്യുന്നത്. അപ്പം തന്നെ ആ മിസുക്കി സെൻസ് അങ്ങോട്ട് വന്നതിന് ശേഷം പറയും, അവന് ഈ പ്രാവശ്യത്തിൽ ഗ്രാജുവേറ്റ് ആയിക്കൂടെ, അവന് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയും. ഞാൻ ഈ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മാത്രമേ ഹിറ്റ് ബെഞ്ച് കൊടുക്കാറുള്ളൂ, അവരെ ഗ്രാജുവേറ്റ് ആയേ പറ്റുമെന്ന് പറയും. അപ്പം തന്നെ നറൂട്ടോ അവിടെ വിഷമിച്ചിരിക്കുകയാണ്, തൻ്റെ കൂടെയുള്ള എല്ലാവരും ഗ്രാജുവേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പം മിസുക്കി സെൻസ് അങ്ങോട്ട് വന്നതിന് ശേഷം പറയുകയും, നമുക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ ഒരു ഉള്ള ബിൽഡിങ്ങിൻ്റെ വണ്ടൊക്കെ കൊണ്ടുപോയിട്ടാണ്. അവിടെ വെച്ച് നമ്മുടെ മിസുക്കി നല്ലവനാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഞാനെങ്കിൽ നറൂട്ടോടുള്ള വിഷം കുത്തിയൊക്കെയാണ്. അതിനുശേഷം പറയുകയാണ്, എനിക്ക് ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി ഒരു വഴിയുണ്ടെന്ന് പറയും. അപ്പം തന്നെ രാത്രി ഹിറോക്ക സെൻസെയാണ് കാണിക്കുന്നത്. ഹിറോക്ക സെൻസെ പണ്ട് നടന്ന 9 ടെയിൽ ഫോഴ്സിൻ്റെ അറ്റാക്കിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ നറൂട്ടോ വന്ന് രക്ഷപ്പെട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ മിസുക്കി സെൻസെ അങ്ങോട്ട് വന്നതിന് ശേഷം പറയാണ്, ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ വില്ലേജിലോട്ട് വരാൻ പറയും.
എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയും നറൂട്ടോ തന്നെയാണ് പ്രശ്നമെന്ന് പറയും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നറൂട്ടോ ഒരു റോള് പോലാത്ത പേപ്പർ റോള് അത് റോഡ് എന്നാണ് പറയുന്നത്. ആ റോഡ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്തുള്ള ജുപ്സൊക്കെ പഠിക്കാൻ നോക്കുകയാണ്. അതന്നെ എല്ലാ നിഞ്ചാസും വന്നതിന് ശേഷം വരക്കുണ്ടാക്കുകയാണ്. അവൻ ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ഫസ്റ്റ് ഹൊക്കാഗയുടെ ജുപ്സു ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു റോഡ് അവൻ എടുത്തുകൊണ്ട് പോയെന്ന് പറയും. അപ്പം തന്നെ വേറെ ഹൊക്കാഗ പെട്ടെന്ന് തന്നെ പോയി നറൂട്ടോയെ പിടിച്ചോണ്ട് നിങ്ങൾ നോക്കിക്കാതെന്ന് പറയും. അതിനുശേഷം എല്ലാവരും നറൂട്ടോയെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇത് മിസുക്കി സെൻസയുടെ പ്ലാനാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവൻ തന്നെ ഹിറൂക്ക സെൻസയെ കൃത്യമായിട്ട് അവൻ എവിടെയുള്ളതെന്ന് കണ്ടുപിടിച്ച് നറൂട്ടോയുടെ മുമ്പിൽ തന്നെ ചെന്ന് നിൽക്കുകയാണ്. ഓ, നിങ്ങൾക്ക് ഇത്ര വേഗതയാണോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഒരു ജുപ്സ് പഠിക്കാൻ വേണ്ടി പഠിച്ച് തീർന്നതേ ഉള്ളെന്ന് പറയും. പറയും ഇവന് നീ എന്തോത്തിനാണ് ഇതെടുത്തത്, ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്നറിയാമോ, ഇതെനിക്ക് മിസുക്കി സെൻസയാണ് എടുക്കാൻ പറഞ്ഞതെന്ന് പറയും. അപ്പം തന്നെ ഹീറോക്കി സെൻസെ പുറകിലോട്ട് വെക്കുമ്പോൾ കുനൈൻസ് എന്നാണ്. കുനൈൻസ് എന്ന് വെച്ചാൽ ഒരു കമ്പി പോലത്തെ സാധനമാണ് നിഞ്ചാസൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുനൈൻ വരുന്ന കണ്ടുകൊണ്ട് നറൂട്ടോയെ പിടിച്ച് വെച്ചതിന് ശേഷം ഹിറൂക്ക സെൻസയുടെ ശരീരത്തോട്ട് എല്ലാം കൊണ്ടുവന്ന് കയറുവാണ് കുനൈൻസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മിസുക്കി സെൻസെ വന്നിട്ട് ശേഷം പറയും നറൂട്ടോ ആ റോഡൊക്കെ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഹിറൂക്ക സെൻസെ പറയും അവന് കൊടുക്കലും അവന് ചീറ്ററാറ്, അവനെ നീ കൊടുത്ത നമ്മുടെ വില്ലേജിൽ തന്നെ അവത്താണെന്ന് പറയും. അപ്പോൾ മിസുക്കി സെൻസെ പറയും നിനക്കറിഞ്ഞൂടാത്ത സത്യം ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താമെന്ന് പറയും. ഇവന്മാരൊക്കെ നിന്നെ എന്തോത്തിന് വെക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിക്കും. എന്നിട്ട് ഹിറൂക്ക പറയും വേണ്ടെന്ന് പറയും. പിന്നെ മിസുക്കി പറയും നീ അന്ന് 12 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു വില്ലേജിൽ 9 ടൈൽ ഫോക്സ് അറ്റാക്ക് ചെയ്തപ്പോൾ നിൻ്റെ ഉള്ളിലാണ് ആ 4th ഹൊക്കാഗെ തളച്ചതെന്ന് പറയും. അവൻ തന്നെ പറയും എന്ത്, അതുകൊണ്ടാണ് എന്നെ ആൾക്കാരൊക്കെ പേടിച്ചത്, അയ്യോ ഞാനിപ്പോൾ 9 ടൈൽ ഫോഴ്സ് ആണോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മിസുക്കി വലിയൊരു നിഞ്ച ബ്ലേഡ് എടുത്ത് അവൻ്റെ കയറി. പക്ഷെ അത് വീണ്ടും നമ്മുടെ ഹിറൂക്ക സെൻസയുടെ ബോഡിയിൽ തന്നെ കൊണ്ടുവരും. അതിനുശേഷം പറയും നറൂട്ടോ നീ ഒന്ന് പോയി രക്ഷപ്പെട് എന്ന് പറയും. അന്ന് നിന്നേക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ വേദനകളും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ. പക്ഷെ നീ വന്ന് അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്നു, നീ ഇപ്പോൾ ഇവിടുന്ന് ഓടുന്നു പറയും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മിസുക്കി സെൻസെ ആണെങ്കിൽ അവിടെ നിന്നൊരു വല്ലാത്ത ചിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ ഹിറൂക്ക സെൻസെ തൻ്റെ കയ്യിലുള്ള ആ നിഞ്ചാവളെ എടുത്തതിന് ശേഷം ഹിറൂക്ക സെൻസെ ഒറ്റ എഴുതി. അതിനുശേഷം ഹിറൂക്ക സെൻസെ പറയും നിൻ്റെ ആത്മവിശ്വാസം ഇപ്പം കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം തന്നെ ആ നിഞ്ചാവളയുടെ ഊരി എടുത്ത് ഒറ്റ എറിയാൻ കൊടുക്കും. അതെല്ലാം നമ്മുടെ 3rd ഹുക്കൊക്കെ അവിടെ നിന്നൊരു ബോളിനകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നറൂട്ടോ അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഹിറൂക്ക സെൻസെ എന്നിട്ട് പറയും നീ ആ റോഡിങ് ഇരാൻ പറയും. അപ്പം തന്നെ നറൂട്ടോ എന്നതിന് ശേഷം അവൻ്റെ വയറ്റിൽ ഇരുന്നിട്ട് ഒറ്റ ഇടിയാൻ കൊടുക്കും. നിനക്ക് മനസ്സിലായില്ലേ ഞാൻ മിസുക്കയാന്ന്, പക്ഷെ നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ മിസുക്കയാന്ന്? അപ്പം നറൂട്ടോ പറയും കാരണം ഞാനാണ് ഹിറൂക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ ഒരു ക്ലോൺ ജുപ്സ് അങ്ങ് മാറ്റും. അപ്പം തന്നെ നമ്മുടെ മനസ്സിലാവാതെ ഹിറൂക്ക വേഷം മാറി വന്നതാണ്. ഓഹോ, എന്നെ പറ്റിക്കാൻ മാത്രമായോ നീ, നിന്നെയൊക്കെ അറിയൂടെ ആ നറൂട്ടോയെ നീ എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അവ ചെകുത്താനല്ലേ 9 ടൈൽ ഫോഴ്സല്ലേ. പിന്നെ ഹിറൂക്ക പറയും അവ എത്ര വലിയ ചെകുത്താനായാലും അവനൊരു പാവപ്പെട്ടവനാണ്, അവനൊരു ഹാർഡ് വർക്കിങ് ശീലമുള്ളവനാണ്. അപ്പോൾ പറയും അവൻ എത്രയൊക്കെ വിചാരിച്ചാലും ഒരു ഹൊക്കാഗെ ഒന്നും ആവാൻ പറ്റത്തില്ല. ആ പൊട്ടൻ ചെറുക്കൻ്റെ സ്വപ്നത്തിന് കൂട്ടിവെക്കുന്നത് എന്തിനാണ് നീ, അവൻ എന്നെ പോലെയാണ്, അവൻ കഠിനാധ്വാനം ചെയ്ത് ഹൊക്കാഗകൾക്കും മണ്ടയിലെത്തും, നിനക്ക് അതൊന്നും മനസ്സിലാകത്തില്ല, അവൻ നല്ലവനായിട്ടുള്ള ചെറുക്കനാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നറൂട്ടോ അവിടെ മരത്തിൻ്റെ ഉറങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നറൂട്ടോ അങ്ങ് കരച്ചിൽ വരുവാണ്. അപ്പം തന്നെ ഹിറൂക്ക സെൻസ് അല്ല മിസുക്ക ആണെങ്കിൽ ഒരു വലിയൊരു നിഞ്ച ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞ് അതും എടുത്തോണ്ട് വീണ്ടും നമ്മുടെ ഹിറൂക്ക അറ്റാക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നറൂട്ടോ വന്ന് ഒറ്റയടി അങ്ങ് കൊടുക്കും. അപ്പോൾ ഹിറൂക്ക ചോദിക്കും എന്താണിത്. അതുതന്നെ അവിടെ വന്നതിന് ശേഷം പറയും എൻ്റെ സെൻസയെ തൊട്ട് അടിക്കൂടാ നീ എന്ന് ചോദിച്ചോണ്ട് നറൂട്ടോ അവിടെ വന്ന് ഒരു മാസ് ഡയലോഗും പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. ശേഷം പറയും ഷൈഡോ ക്ലോൺ ജുപ്സു, അവന് ഇഷ്ടമില്ലാത്ത ജുപ്സു ഇല്ലേ ഷൈഡോ ക്ലോൺ ജുപ്സു, അത് അവൻ അങ്ങോട്ട് അൺലോക്ക് ചെയ്യും. ഹിറൂക്ക സെൻസ് അത് കണ്ട് ഞെട്ടിയിരിക്കും. അതായത് സാധാരണ ഒരു കണക്കല്ലേ ഇതെത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ ആയിരക്കണക്കിന് നറൂട്ടോയുടെ ക്ലോൺസ് അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ പറയും നീ എന്താ പറഞ്ഞേ, ഞാൻ പൊട്ട ചെറുക്കനെ വന്നു, വെറും ഒറ്റയിടിക്കൊക്കെ തോൽപ്പിക്കാൻ ഉണ്ടാവാത്തവളെന്നല്ലേ നീ പറഞ്ഞ, അപ്പം നീ ഇനി എന്നെ ഒന്ന് കൊന്നു കാണിക്കടാ, ഇടിക്കണ്ടേടാ എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കി ഇടിച്ച് ചമ്മന്തിയാക്കി അവിടെ ഇത്. അതിനുശേഷം പറയും ഒരു ചിരിയുണ്ട്. അതിനുശേഷം പറയും ഹിറൂക്ക സെൻസെ പറയും ഇത്രയൊക്കെ പോരെ ഗരജിച്ചൊക്കെ എന്ന് പറയും. അപ്പം തന്നെ ഹിറൂക്ക ചിന്തിക്കും ഇവൻ ഹൊക്കാഗൾക്ക് മണ്ടയിലെത്തും, ഇവനിപ്പോൾ അങ്ങനെ പവർഫുൾ ആണല്ലോ, ഇവൻ്റെ ഹാർഡ് വർക്ക് ഇവനെ വലിയ എത്തും. 3rd ഹൊക്കാഗെ എന്നതിന് ശേഷം പറയും എല്ലാവരും പൊക്കോ, ഇവിടുന്ന് പിരിഞ്ഞു പോയിക്കോ, നമ്മുടെ റോഡ് സുരക്ഷിതമാണ് എന്ന് പറയും.
അത് തന്നെ ഹിറൂക്കയാണ് കാണിക്കുന്നത്. ഹിറൂക്ക കണ്ണു തുറന്ന് നറൂട്ടോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പറയും, ഹേയ് നറൂട്ടോ, നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ നേരത്തെ ചോദിച്ച ഹെഡ് ബാൻഡ് ഇല്ലേ, അതെടുത്തതിന് ശേഷം പറയും, നീ ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.